കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ പ്രതികരണം. മുൻ മന്ത്രിയും മുതിർന്ന സി.പി.എം നേതാവുമായ ജി. സുധാകരനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വ്യക്തിപരമായ ബഹുമാനത്തെയും രാഷ്ട്രീയ വിമർശനത്തെയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്നതാണ്. സുധാകരനോടുള്ള വ്യക്തിബന്ധവും ആദരവുമാണ് ആദ്യം അദ്ദേഹം മുന്നോട്ടുവച്ചത്. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നുവെങ്കിലും വ്യക്തിപരമായ നിലയിൽ അദ്ദേഹത്തെ എപ്പോഴും ബഹുമാനത്തോടെ തന്നെയാണ് സമീപിച്ചതെന്ന് സതീശൻ വ്യക്തമാക്കി. ജി. സുധാകരൻ സി.പി.എമ്മിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന സൂചന നൽകിയ സാഹചര്യത്തിലാണ് സതീശന്റെ പ്രതികരണം ശ്രദ്ധേയമാകുന്നത്. സുധാകരൻ സ്വീകരിച്ച തീരുമാനം വ്യക്തിപരമാണെന്നും അതിനെ അതേ രീതിയിൽ കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതിനൊപ്പം സി.പി.എമ്മിന്റെ സംഘടനാ നിലയെ വിമർശിക്കാൻ ഈ അവസരം പ്രതിപക്ഷ നേതാവ് വിട്ടില്ല. പുതുയുഗയാത്രയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ സി.പി.എമ്മിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ കോൺഗ്രസിലേക്കും യു.ഡി.എഫിലെ മറ്റ് ഘടകകക്ഷികളിലേക്കും ചേർന്നു വരുന്നുണ്ടെന്ന് സതീശൻ അവകാശപ്പെട്ടു. ഓരോ ജില്ലയിലും സി.പി.എമ്മിലെ ലോക്കൽ സെക്രട്ടറിമാരുൾപ്പെടെ നിരവധി പേർ യു.ഡി.എഫിലേക്ക് എത്തുന്നുണ്ടെന്നും ഒരു സി.പി.എം പ്രവർത്തകനെയെങ്കിലും അംഗത്വം നൽകാതെ ഒരു നിയോജകമണ്ഡലവും പിന്നിട്ടിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. സി.പി.എമ്മിന്റെ ശക്തികേന്ദ്രങ്ങളായ ഇടങ്ങളിലും പാർട്ടി അടിത്തറയിൽ ശിഥിലീകരണം സംഭവിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ സൂചനകൾ കാണാൻ കഴിയുന്നുവെന്ന സന്ദേശം നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. സി.പി.എമ്മിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ചും സതീശൻ തുറന്നുപറഞ്ഞു. പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. പാർട്ടിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തി. യു.ഡി.എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ എൽ.ഡി.എഫ് ശിഥിലമാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ വിമതർ കൺവെൻഷൻ സംഘടിപ്പിക്കുന്ന സാഹചര്യവും അദ്ദേഹം ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടി. തന്നെതിരായ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളെയും സതീശൻ വിമർശിച്ചു. സി.പി.എമ്മിന്റെ പി.ആർ. സംഘമാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസപരമായ പരാമർശം. എ.കെ.ജി. സെന്ററിൽ തന്നെതിരായ പ്രചാരണ സംഘമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ തന്റെ വികൃതമായ ചിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതായി ആരോപിച്ച സതീശൻ കുട്ടികളെപ്പോലും പേടിപ്പിക്കുന്ന തരത്തിലാണ് തന്റെ മുഖം വികൃതമാക്കുന്നതെന്ന് വിമർശിച്ചു. എന്നാൽ അതേസമയം ഈ ആക്രമണങ്ങൾ തനിക്കെതിരെ സി.പി.എമ്മിനുള്ള കോപത്തിന്റെ തെളിവാണെന്നും സോഷ്യൽ മീഡിയയിൽ താൻ എത്രമാത്രം ശ്രദ്ധാകേന്ദ്രമാണെന്നതിന് ഇതുമൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബാധിപത്യത്തെക്കുറിച്ചുള്ള സി.പി.എമ്മിന്റെ വിമർശനങ്ങൾക്കും സതീശൻ മറുപടി നൽകി. സി.പി.എമ്മിന് കുടുംബാധിപത്യം അനുവദനീയമാകുമ്പോൾ കോൺഗ്രസിനത് പാടില്ലെന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു. മുൻ മുഖ്യമന്ത്രിയുടെ മകനായ ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ സി.പി.എമ്മുകാർ ഉയർത്തിയ വിമർശനങ്ങളെയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചാണ്ടി ഉമ്മൻ മുമ്പേ ദേശീയതലത്തിൽ പ്രവർത്തിച്ചിരുന്ന യുവ കോൺഗ്രസ് നേതാവാണെന്നും അത്തരമൊരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സി.പി.എമ്മിനകത്തും നിരവധി ബന്ധുക്കൾ രാഷ്ട്രീയത്തിൽ സജീവമാണെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. അതിനാൽ ബന്ധുക്കൾ രാഷ്ട്രീയത്തിൽ വരുന്നത് സ്വാഭാവികമാണെന്നും അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ സി.പി.എമ്മിന്റെ ഇരട്ടത്താപ്പാണ് വെളിവാകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സതീശൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിയതിനാലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് പ്രഖ്യാപിച്ചാലും യു.ഡി.എഫ് സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യു.ഡി.എഫിലെ ഘടകകക്ഷികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഓരോ ഘടകകക്ഷിക്കും അനുവദിച്ചിരിക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് ആ പാർട്ടികളാണെന്നും കോൺഗ്രസ് അതിൽ ഇടപെടുന്നില്ലെന്നും സതീശൻ വ്യക്തമാക്കി. ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാൽ നേതൃത്വം കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യു.ഡി.എഫിനകത്ത് പ്രശ്നങ്ങളുണ്ടാകുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ സതീശന്റെ പ്രതികരണം രണ്ട് തലങ്ങളിൽ ശ്രദ്ധേയമായി. ഒന്നാമത് ജി. സുധാകരൻ പോലുള്ള മുതിർന്ന നേതാവിനെ വ്യക്തിപരമായി ബഹുമാനിക്കുന്ന നിലപാട് അദ്ദേഹം പ്രകടിപ്പിച്ചു. രണ്ടാമത് സി.പി.എമ്മിന്റെ ആഭ്യന്തര അവസ്ഥയെ വിമർശിച്ച് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാനുള്ള ശ്രമവും ഇതിലൂടെ വ്യക്തമായി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പരാമർശങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നത് ഉറപ്പാണ്.